പോയി? ശാലിനി, അത് ശരി, ആളിവിടെയില്ലേ? ശാലിനി, ഇവിടുത്തെ പോയി? ആ മോളെ, നീ ഇതെവിടെയാ? അച്ഛന് നെഞ്ചുവേദനയാണ്, ഒന്ന് അവിടം വരെ ചെല്ലണോന്ന്. അയ്യോ, രാത്രി തന്നെ രാമേട്ടനെ വരുത്തി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. തലയൊന്ന് ഇടിച്ചിട്ടുണ്ട്, അത് വീണപ്പോ സംഭവിച്ചതാ. അയ്യോ, സ്കാൻ ചെയ്യണം, പിന്നെയും കുറച്ച് ടെസ്റ്റുകൾ കൂടിയുണ്ട്. നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? ആ സമയത്ത് അമ്മയുടെ ഉറക്കം കൂടി കളയണ്ടല്ലോ എന്ന് കരുതി. ഓ, പിന്നെ അമ്മയെ വിളിക്കുമ്പോ കുട്ടികൾ ആരെങ്കിലും ഉണർന്നാ പിന്നെ അവരെയും കൊണ്ടുവരേണ്ടി വരും. അപ്പൊ വിഷ്ണു ഇല്ലേ സ്ഥലത്ത്? ഇല്ലമ്മേ, വിഷ്ണുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. ആ, ഇത് അച്ഛന് തീരെ വയ്യാതായി. ഞാനും കൂടി വന്നില്ലായിരുന്നെങ്കിൽ പാവം ഇപ്പൊ തന്നെ വല്ലാണ്ട് പേടിച്ച അവസ്ഥയില. ഇപ്പൊ സത്യാമ്മയുടെ ആദർശവും തന്റെ ഒക്കെ എവിടെ പോയി? ഒരാളുടെയും സഹായം വേണ്ടെന്നല്ലേ പറയാറ്, പ്രത്യേകിച്ച് നിന്റെ. എന്നിട്ട് ഇപ്പൊ ഒരാവശ്യം വന്നപ്പോ ആരാ ഉണ്ടായത്? ഇതാ പറയുന്നത്, ആരെ ഒരിക്കലും നിന്ദിക്കരുതെന്ന്, ഇതുപോലെ വെല്ലുവിളിക്കരുതെന്ന്. ആപത്ത് കാലത്ത് ഒരു കൈ സഹായത്തിനെ ശത്രുവായിട്ട് കരുതുന്നവരെ ഉണ്ടാവും. അതിനിയെങ്കിലും ഒരു മനസ്സിലാക്കിയാ കൊള്ളാം. എന്നെ വിളിക്കാൻ മടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിച്ച്, പക്ഷെ സംസാരിച്ചത് സത്യാമ്മയാ.